പത്രവാർത്താസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മരിയ, എൻ്റെ ഒപ്പം ഉള്ളത് അതുൽ. അപ്പം ഇന്ന് മെയ് 15 അപ്പം നമ്മുടെ ഇന്നലെ മുഖ്യമന്ത്രിനെ തിരഞ്ഞെടുത്തു. ആ ഒരു വലിയൊരു കേരളത്തിന്റെ ഒരു ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പം മറ്റൊരു ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പം ഇന്നത്തെയും പത്രങ്ങളിലെ പ്രധാന വാർത്ത എന്ന് പറയുന്നത് തന്നെ വി ഡി സതീശൻ തന്നെയാണ്. എല്ലാ പത്രങ്ങളിലും ഫ്രണ്ട് പേജിൽ തന്നെ വി ഡി സതീശൻ, ജനകീയ വി ഡി എന്നൊക്കെ പറഞ്ഞ് വളരെയധികം. ഇതിനിടയിൽ നമ്മുടെ മലയാള മനോരമയുടെ ഫ്രണ്ട് പേജ് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. അവര് നല്ല രസത്തിൽ ഇത് ചെയ്തിട്ടുണ്ട്. വി ഡി സതീശന്റെ കുറെ ജനങ്ങളുടെ നേതാവെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ജനങ്ങളെല്ലാം കൂടി നിന്ന് വി ഡി സതീശന്റെ രൂപമാവുന്ന രീതിയിലൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോ പത്രവും മത്സരിക്കുകയാണ് അവരുടെ ഫ്രണ്ട് പേജ് എത്രത്തോളം അടിപൊളിയാക്കാന്നുള്ള രീതിയിൽ. അപ്പൊ എന്തായാലും വി ഡി സതീശൻ നീണ്ട 11 ദിവസത്തെ ഒടുവിൽ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പം പ്രതിപക്ഷ നേതാവെന്ന അധ്യായം പൂർത്തിയാക്കി മുഖ്യമന്ത്രി പദവിയിലെത്തിയ പുതിയ പുസ്തകം തുറക്കുകയാണ് വി ഡി സതീശൻ. അപ്പം വായനയിലൂടെ വളർന്ന നിലപാടുകളിലൂടെ ചുവടുറപ്പിച്ച മതേതരത്വത്തിന്റെ കാവലാളായി മാറിയ ജനവികാരം അളന്നു തൂക്കിയെറിഞ്ഞ നെഞ്ചിലേറ്റിയ ജനനേതാവ്. ഓക്കെ, അപ്പം എന്താണേലും അദ്ദേഹത്തിന്റെ ഒരു എഫേർട്ട്, ആ ഒരു ഇതിന് കിട്ടിയ ഒരു ഫലമാണ് ഈ ഒരു മുഖ്യമന്ത്രി പദവും തന്നെ നമുക്ക് പറയാം. അപ്പം സതീശനെ സർക്കാർ ഉണ്ടാക്കാൻ ക്ഷണിച്ച് ഗവർണർ. അപ്പം ഗവർണർ സതീശനെ ക്ഷണിച്ചിട്ടുണ്ട് സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഫലം വന്ന് 11-ാം നാളാണ് പ്രഖ്യാപനവും. അപ്പം എന്തായാലും അതുപോലെ KC വേണുഗോപാൽ, അതായത് മുഖ്യമന്ത്രി പദത്തിനായിട്ട് മത്സരിച്ച നേതാക്കളിൽ ഒരാൾ വളരെയധികം സന്തോഷമുണ്ടെന്ന് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പം കേരളത്തിന്റെ 24ാമത് മുഖ്യമന്ത്രിയായിട്ടാണ് വി ഡി സതീശൻ ഇനി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. അപ്പൊ തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഖ്യമന്ത്രിക്ക് പുറമെ 20 മന്ത്രിമാരും അധികാരമേൽക്കാനാണ് ഒരുക്കം. ഏകദേശം 1 ലക്ഷത്തോളം പേരെ പങ്കെടുപ്പിക്കാനാണ് ഉദ്ദേശം എന്നൊക്കെയാണ് വി ഡി സതീശൻ പറയുന്നത്. എന്തായാലും കേരള രാഷ്ട്രീയം ഈ അടുത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു സത്യപ്രതിജ്ഞ ചടങ്ങായിരിക്കും, അല്ലെങ്കിൽ ഒരു പരിപാടി ആയിരിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. അപ്പൊ നമ്മള് ഇന്നലെ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതായത് മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്ത ആ പ്രഖ്യാപിച്ചതിന് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ രമേശ് ചെന്നിത്തലയുടെ ഒരു അതൃപ്തി നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം ചെന്നിത്തല എന്റെ നേതാവ് KC പ്രിയങ്കരൻ എന്നാണ് വി ഡി സതീശൻ പ്രതികരിച്ചിരിക്കുന്നത്. അപ്പം മുഖ്യമന്ത്രി പദം ഒരു ദൈവിക നിയോഗമായി കാണുന്നു, ഇത് വ്യക്തിപരമായി കിട്ടിയ നേട്ടമായി കാണുന്നില്ല. വലിയ വിജയത്തിന് സഹായിച്ചത് AICC ആണ്. ആ പ്രവർത്തനങ്ങൾ കേരളത്തിൽ ഏകോപിപ്പിച്ചത് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ്. എന്റെ പ്രിയങ്കരനായ പ്രവർത്തകനാണ് അദ്ദേഹം. എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം പിന്തുണച്ചു എന്നാണ് വി ഡി സതീശന്റെ പ്രതികരണം. അപ്പം അദ്ദേഹത്തിന് ഒരു അഭിപ്രായ വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇവർ ഈ അതൃപ്തി പ്രകടിപ്പിക്കുമ്പോഴും. അപ്പം അദ്ദേഹം മാക്സിമം സമന്വയിപ്പിച്ച് കൊണ്ടുപോകാനാണ്. കാരണം UDFന്റെ ഒരു വിജയം എന്ന് പറയുന്നത് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നതുകൊണ്ട് മാത്രം നേടിയ ഒരു വിജയമായിരുന്നു. അപ്പം അത് ഇനിയും മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ഉള്ളൂ ഈ വരുന്ന 5 വർഷം നല്ല രീതിയിൽ ഭരിച്ച് ഇനിയും അധികാരം പിടിക്കാൻ UDFന് കഴിയുള്ളൂ. അപ്പൊ ആ ഒരു യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള സമന്വയത്തിന് കൂടുതലും ശ്രമങ്ങൾ നടത്തുന്നത്. വഴക്കുകളും തർക്കങ്ങളും ഒഴിവാക്കി നല്ലൊരു രീതിയിൽ എല്ലാവരെയും സമന്വയിപ്പിച്ച് കൊണ്ടുപോകാൻ അദ്ദേഹം ശ്രമിക്കുന്നതും അതുകൊണ്ടാണ്. അപ്പം അദ്ദേഹത്തിന്റെ ആദ്യത്തെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ചെലവ് ചുരുക്കണം, മുഖ്യമന്ത്രിയിൽ നിന്ന് തുടങ്ങാം. സതീശൻ, അതായത് ടീമുമായി മുന്നോട്ട് പോകാൻ എല്ലാവരും ഒപ്പം ഉണ്ടാകണമെന്ന് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കേരളത്തിലെ ഇന്നത്തെ സാഹചര്യത്തെ നേരിടണമെങ്കിൽ ചെലവ് ചുരുക്കി തുടങ്ങണം, എല്ലാ തരത്തിലുള്ള ചെലവുകൾ കുറയ്ക്കാനുള്ള നടപടി ഉണ്ടാകണം, അത് മുഖ്യമന്ത്രിയിൽ നിന്ന് തുടങ്ങുമെന്നും സതീശൻ പറഞ്ഞു. അപ്പൊ അതെന്തായാലും നല്ലൊരു തീരുമാനം. കാരണം ഇപ്പം കേരളം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാത്തിനും വിലക്കയറ്റമാണ്. അപ്പം എല്ലാം മാനേജ് ചെയ്ത് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഇത്തരത്തിൽ നല്ലൊരു തുടക്കം ഇടുന്നത് എന്താണേലും നല്ലൊരു കാര്യമാണ്. ഇനിയിപ്പോ മലയാള മനോരമയിലെ ഒരു വാർത്ത നോക്കിക്കഴിഞ്ഞാൽ നമ്മള് വി ഡി സതീശൻ മുഖ്യമന്ത്രിയാണെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മറന്നുപോകാതിരിക്കേണ്ട ഒരു വാർത്തയാണ് നമ്മൾ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. മലയാള മനോരമയിൽ അതൊരു ചെറിയ കോളത്തിലാണ് കൊടുത്തിരിക്കുന്നതെങ്കിലും തീർച്ചയായും മുഖ്യമന്ത്രി തെരഞ്ഞെടുത്ത് മണിക്കൂറുകൾക്കകം തന്നെ പ്രതിപക്ഷ നേതാവ് അവർക്ക് കേന്ദ്ര നേതൃത്വമൊന്നും തിരഞ്ഞെടുത്ത് വെച്ചിരുന്നത് മുഖ്യമന്ത്രി എന്നൊരു പ്രഖ്യാപനം വരാൻ അവർ കാത്തിരിക്കുന്ന പോലെ നമുക്ക് തോന്നി. അതെ, മലയാള മനോരമയില് ഒരു കാർട്ടൂണായിട്ടും അതിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി കേന്ദ്രത്തിൽ നിന്ന് ആരും വരാറില്ലല്ലോ എന്നൊരു നേതാവ് പിണറായിയോട് ചോദിക്കുന്നതായിട്ട്. അപ്പം അത് തന്നെയാണ് സത്യം. അപ്പം എന്തായാലും CPM നിയമസഭാ കക്ഷി നേതാവായി പിണറായി വിജയനെ CPM സംസ്ഥാന കമ്മിറ്റി
ഏകപക്ഷീയമായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. പിണറായി തന്നെ പ്രതിപക്ഷ നേതാവാകട്ടെ എന്ന നിർദ്ദേശം കേരള നേതൃത്വം പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ വെച്ചിരുന്നു. പോളിറ്റ് ബ്യൂറോയുടെ അംഗീകാരത്തോടെയാണ്, അല്ലെങ്കിൽ PB യുടെ അംഗീകാരത്തോടെയാണ് ഇന്നലെ അവസാനിച്ച സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഈ നിർദ്ദേശം അവതരിപ്പിച്ചത്. അങ്ങനെ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിരിക്കുകയാണ്. VD സതീശൻ കുറച്ച് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു, അതായത് മരുമോനെ പ്രതിപക്ഷ നേതാവാക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു എന്നുള്ളതല്ല. പക്ഷെ എല്ലാരും സോഷ്യൽ മീഡിയയിൽ അടക്കം പറയുന്നത് പിണറായി അല്ലാതെ മറ്റാരെന്നുള്ള രീതിയിലാണ് ഇപ്പോ നേരെ ഉൾട്ടയായിട്ട് വന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രി ആയിരുന്ന ആൾ പ്രതിപക്ഷത്തും പ്രതിപക്ഷ നേതാവായിരുന്ന ആൾ മുഖ്യമന്ത്രി. അപ്പം ആ ഒരു ഭരണമാണ് ജനങ്ങളും കാത്തിരിക്കുന്നത്. കാരണം എല്ലാരും ഇപ്പോൾ പറയുന്ന ഒരു കാര്യം, ഭരണത്തിൽ ഇരിക്കുന്ന പിണറായിനേക്കാൾ ഭയക്കണം പ്രതിപക്ഷത്തിരിക്കുന്ന പിണറായിനെ. സത്യമാണെന്ന് നമുക്ക് അടുത്ത 5 വർഷം. കാരണം VD സതീശനെ സംബന്ധിച്ച് അത് വലിയൊരു വെല്ലുവിളിയാണ്. കാരണം അദ്ദേഹം ഇനി പറഞ്ഞ വാഗ്ദാനങ്ങൾ ഓരോന്നും നടപ്പിലാക്കിയില്ലെങ്കിൽ ട്രോളുകളെ കൊണ്ട് നല്ല രീതിയിൽ അദ്ദേഹം പരിഹാസങ്ങൾ നേരിടേണ്ടി വരുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പം പ്രതിപക്ഷത്തെ പിണറായി ആണെന്ന കാര്യം അദ്ദേഹം മറക്കരുത്. കാരണം എങ്കിൽ മാത്രമേ ഉള്ളൂ നല്ല രീതിയിൽ ട്രോളുകൾ പരിഹാസങ്ങൾ നേരിടാതെ നല്ലൊരു ഭരണം അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ കഴിയുള്ളൂ. കാരണം അദ്ദേഹം തന്നെ ആയിരുന്നു പിണറായിയുടെ കാലത്ത് പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം അന്ന് പറഞ്ഞ വിമർശനങ്ങളെല്ലാം ഇന്ന് എന്താണ് പിണറായിയോ അല്ലെങ്കിൽ CPM സോഷ്യൽ മീഡിയ ഹാൻഡിലുകളോ ഒക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അന്ന് നിങ്ങൾ ഈ പ്രശ്നം പറഞ്ഞല്ലോ, ഈ പ്രശ്നം നിങ്ങൾ പരിഹരിച്ചോ എന്നൊക്കെ ഇനി കാണാൻ ഭാവിയിൽ എന്തായാലും ഉറപ്പായിട്ടും അങ്ങനെ തർക്കങ്ങളുടെ ഒരു കാലമായിരിക്കും ഇനി വരാൻ പോകുന്നത്. അപ്പം പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊന്നായി ചെയ്തു തീർക്കുമെന്ന് VD സതീശൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊന്നായി ചെയ്തു തീർക്കുമെന്ന് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനും കേരളത്തെ മാറ്റിയെടുക്കാനും പുതിയ കേരളത്തെ സൃഷ്ടിക്കാനും പൊതുയോഗത്തിന് തുടക്കമിടാനും എല്ലാവരും ചേർന്ന് കഠിനാധ്വാനം ചെയ്യും. രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പൊതുപ്രവർത്തനത്തിന്റെ നിർവചനം ജനങ്ങൾക്ക് വേണ്ടി അർപ്പണബോധത്തോടെ ചെയ്യുന്ന പ്രവൃത്തി എന്നും ഞങ്ങൾ മാറ്റി എഴുതുമെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പം പറഞ്ഞ വാഗ്ദാനങ്ങൾ കൊടുത്ത വാഗ്ദാനങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് നിറവേറ്റുമെന്നാണ് VD സതീശൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന് മുന്നോട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കി നമുക്ക് വിലയിരുത്താം. എന്തായാലും മനോരമയുടെ അടുത്ത പേജില് മുഴുവൻ VD മയം തന്നെയാണ്. അപ്പം എന്തായാലും സിൽവർ ലൈൻ കേസ് പിൻവലിക്കും, അദ്ദേഹം റബ്ബർ കർഷകർക്ക് താങ്ങാകുമെന്നൊക്കെയാണ് പറയുന്നത്. കാരണം റബ്ബറിന്റെ വിപണിയെല്ലാം കുറെ നാളുകളായി ഇടിഞ്ഞ് ഇരിക്കുകയായിരുന്നു. അപ്പം അതിനെല്ലാം ഒരു താങ്ങായി VD സതീശന്റെ പ്രഖ്യാപനങ്ങൾ വരും, അദ്ദേഹം തീരുമാനങ്ങൾ അതിന് അനുയോജ്യമായി എടുക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ എല്ലാ തലത്തിൽ നിന്നും ഉയരുന്നുണ്ട്. അതുപോലെ തന്നെ പുതുയുഗ യാത്രയിൽ സതീശൻ കോട്ടയത്ത് പറഞ്ഞിരുന്നതായിരുന്നു ഈ ഒരു വാഗ്ദാനം എന്ന് പറയുന്നത്, റബ്ബർ കർഷകർക്ക് താങ്ങാകുമെന്ന വാഗ്ദാനം. അപ്പം പുതുയുഗ യാത്ര എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു പ്രചാരണ പരിപാടി തന്നെയായിരുന്നു. അപ്പം അതിനകത്ത് അദ്ദേഹം പഴയ പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം ഇനി ഉറപ്പെടുത്തേണ്ട കാലമാണ്. ചോദിച്ചു തുടങ്ങി. അത്രയും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ സമയത്ത് വലിയ രീതിയിലുള്ള വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് പ്രചാരണങ്ങളെല്ലാം തന്നെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം അതിൽ ഓരോന്നായിട്ട് ഇനി ചോദ്യങ്ങൾ വരാൻ പോകുന്നതേ ഉള്ളൂ. ഇനിയിപ്പം മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് മംഗളത്തില് ഫ്രണ്ട് പേജിൽ തന്നെ കൊടുത്തേക്കുന്ന ഡൽഹി നാടകാദ്യം KCയുടെ പതനം. അതായത് നമ്മൾ മുഖ്യമന്ത്രിയായി VD സതീശനെ പ്രഖ്യാപിച്ചതിന് ശേഷം KC വേണുഗോപാൽ നൽകിയ പ്രതികരണം എന്ന് പറയുന്നത് ഹൈക്കമാൻഡിന്റെ തീരുമാനം അംഗീകരിക്കുന്നു, സന്തോഷമാണെന്നായിരുന്നു. അപ്പം മുഖ്യമന്ത്രി ചർച്ചയുടെ തുടക്കം മുതൽ തന്നെ മുന്നിൽ താനാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ച KC വേണുഗോപാൽ അവസാന മണിക്കൂറിൽ ശ്രമിച്ചതും VD സതീശനെ ഒഴിവാക്കി സമവായ നേതാവിനെ അവരോധിക്കാൻ. മുഖ്യമന്ത്രി പദം തനിക്കില്ലെങ്കിൽ സതീശനും നൽകരുതെന്ന ആവശ്യമാണ് KC ഇന്നലെ രാഹുലുമായി നടത്തിയ അവസാന ചർച്ചയിൽ ഉന്നയിച്ചത്. അപ്പൊ അതൊരു ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം അത് തന്നെയായിരുന്നു പ്രതീക്ഷിച്ചതും. കാരണം അവര് തമ്മിലുള്ള പോര് മുറുകുമ്പോ എന്തായാലും രമേശ് ചെന്നിത്തല കൊടുക്കും എന്നൊരു പ്രതീക്ഷ. അതാണ് അദ്ദേഹത്തിനും ഇത്രയും അമർഷം അദ്ദേഹം പ്രകടിപ്പിച്ചത്. കാരണം അങ്ങനെ ഒരു KCയും രമേശ് ചെന്നിത്തലയും തമ്മിൽ ചിലപ്പോ ഒത്തൊരുമിച്ച് നിന്നിട്ടുണ്ടായിരിക്കും. ഇപ്പൊ തനിക്കില്ലെങ്കിൽ സതീശന് കൊടുക്കരുതെന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. ഹൈക്കമാൻഡ് വളരെ ഉചിതമായ തീരുമാനം തന്നെയാണ്. ഹൈക്കമാൻഡ് ജനവികാരത്തോടൊപ്പമാണെന്ന് അവര് ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ മനോരമയിൽ തന്നെ വാർത്തകൾ നോക്കിക്കഴിഞ്ഞാൽ മനോരമയിൽ കോട്ടയത്ത് പയറ്റിത്തെളിഞ്ഞ തിരഞ്ഞെടുപ്പ് തന്ത്രം എന്ന് പറഞ്ഞ് VD സതീശന്റെ ചരിത്രം, അല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് രാഷ്ട്രീയ വഴികളിലൂടെ കടന്നു വന്നതിനെ കുറിച്ചൊക്കെ ഒരു വലിയ ആർട്ടിക്കിൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഗ്രൂപ്പ് തലവേദനകളെ സമർത്ഥമായി നേരിടാൻ സതീശന്റെ ആദ്യ തന്ത്രം നടന്നത് 1996 കോട്ടയത്ത് വെച്ച്. അപ്പം കോട്ടയം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമുള്ള ഒരു സ്ഥലമായിട്ടാണ് ഇവർ പറയുന്നത്. പണ്ട് മുതലേ അദ്ദേഹം കോട്ടയം
കോട്ടയത്തെ രാഷ്ട്രീയ സമസ്യയിൽ പയറ്റി തെളിഞ്ഞൊരു കാരണം നേതാവാണ്. ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഞാൻ ഒറ്റയ്ക്കാണെന്ന്, അദ്ദേഹത്തിന് വേണ്ട പരിഗണന ലഭിച്ചിട്ടില്ലെന്ന് വി ഡി സതീശൻ തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യം പറഞ്ഞിരുന്നു. അപ്പം ആ ഒരു ഒറ്റയ്ക്കാണെന്നുള്ള ഒരു സാഹചര്യം മറികടന്നാണ് ഇപ്പോൾ കേരളത്തിന്റെ ഒരു നായകൻ എന്ന നിലയിലേക്ക് അദ്ദേഹം വളർന്നത്. അപ്പൊ അത് വഴിവെട്ടി, അതെ, അങ്ങനെ തന്നെ നമുക്ക് പറയാൻ കഴിയും. പിന്നെ മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ജനവിധി മാനിച്ചുള്ള തീരുമാനമാണെന്ന് മുസ്ലിം ലീഗ് പറഞ്ഞു. അതായത് വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ച കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനത്തെ സ്വാഗതം ചെയ്ത് മുസ്ലിം ലീഗ്. കേരളത്തിലെ ജനവിധി മാനിക്കുന്ന തീരുമാനമാണ് കോൺഗ്രസ് എടുത്തതെന്ന് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. അപ്പം മുസ്ലിം ലീഗിന്റെ ആണെങ്കിലും ഒരു താല്പര്യം എന്ന് പറയുന്നത് വി ഡി സതീശനെ തന്നെ മുഖ്യമന്ത്രി ആക്കണമെന്നുള്ള ഒരു നിലപാടിലായിരുന്നു അവരും നിന്നിരുന്നത്. അപ്പം അവരുടെ ഒരു തീരുമാനത്തെ, അവരുടെ ഒരു താല്പര്യം കൂടി അതിനകത്ത് ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പം കേരളത്തിലാണെങ്കിലും ഇപ്പം കൂടുതലും CPM ഉം BJP യും ഉയർത്താൻ പോകുന്ന ആരോപണം അത് തന്നെയായിരിക്കും. അതായത് UDF മുസ്ലിം ലീഗിന് വഴങ്ങിയിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പം ഇപ്പം നമുക്കറിയാം മന്ത്രിസഭ രൂപീകരിക്കാൻ പോവുകയാണ്. ആ സമയത്തും ഇവർ എന്തൊക്കെ ആവശ്യങ്ങളാണ് ഉന്നയിക്കുക എന്നുള്ളതും ഒരു സംശയമായിട്ട് ഇപ്പം നിൽക്കുന്നുണ്ട്. പിന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡ് പാണക്കാട് ഹൗസ് പരിഹസിച്ച് BJP. അതായത് വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കിയതിനെ പരിഹസിച്ച് BJP. കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ഡൽഹിയിലല്ല, പാണക്കാട് ഹൗസിലാണെന്നും സാമൂഹ്യ മാധ്യമത്തിലൂടെ കുറിപ്പിൽ BJP പ്രതികരിച്ചു. മുസ്ലിം സമുദായത്തോടുള്ള ഒരു വെറുപ്പ് അവര് ഈ സാഹചര്യത്തിലും അവർ പുറത്ത് കാണിക്കുക. ഡൽഹി ഹൈക്കമാൻഡ് അല്ല തീരുമാനമെടുത്തത്, മുസ്ലിം ലീഗാണ് തീരുമാനമെടുത്തതെന്നുള്ള ഒരു പരിഹാസമാണ് അവര് ഉന്നയിക്കുന്നത്. ഇനി മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഭാര്യയുടെ നിക്ഷേപ തുക തിരികെ കിട്ടിയില്ല, സഹകരണ ബാങ്കിൽ ഗൃഹനാഥന്റെ ആത്മഹത്യാ ശ്രമം. അതായത് കടുത്തുരുത്തിയിലാണ് സംഭവം. ഭാര്യയുടെ പേരുള്ള നിക്ഷേപ തുക ആവശ്യപ്പെട്ടിട്ട് തിരിച്ചു കിട്ടാത്തതിനെ തുടർന്ന് കടുത്തുരുത്തി കാർഷിക സർവീസ് സഹകരണ ബാങ്കിൽ കുടുംബവുമായി എത്തി ഗൃഹനാഥന്റെ ആത്മഹത്യാ ശ്രമം. അപ്പം അതായത് ഭാര്യയുടെ നിക്ഷേപ തുക തിരികെ കിട്ടിയില്ല എന്നുള്ള പേരിലാണ് അദ്ദേഹം ആത്മഹത്യ. അതായത് ഇപ്പം നമുക്കറിയാം ബാങ്കിലൊക്കെ പ്രശ്നങ്ങൾ അറിയാം, സാധാരണക്കാർക്ക് ഒരു വില കൽപ്പിക്കാതെ, എല്ലാവരും അല്ല എങ്കിൽ പോലും ഒരു വിഭാഗം ആളുകൾ അങ്ങനെ സാധാരണക്കാരായതുകൊണ്ട് തന്നെ അവർക്കൊരു വില കൊടുക്കുന്നില്ല, അവരുടെ ആവശ്യങ്ങൾ കേൾക്കാൻ പോലും സന്മനസ് കാണിക്കാത്ത ഒരു ഇതുണ്ടായിരുന്നു. ഈ വ്യക്തിയാട്ടെ നിക്ഷേപ തുകയാണ് ചോദിക്കുന്നത്, കാരണം അവർക്കത് അവകാശപ്പെട്ടതാണ്, അവര് നിക്ഷേപിച്ച തുകയാണ്, നിങ്ങളെ വിശ്വസിച്ച് നിക്ഷേപിച്ച തുകയാണ് അദ്ദേഹം തിരിച്ചു ചോദിച്ചത്. അപ്പോ അവിടെയും അങ്ങനെ ഒരു അവഗണനയോ നിഷേധമോ ഒക്കെ നേരിട്ടതെന്ന് പറയുന്നത് വളരെ ദൗർഭാഗ്യകരമാണ്. കാരണം അതൊക്കെ സാധാരണക്കാരെ സംബന്ധിച്ച് നമുക്കറിയാം, ഇതുപോലുള്ള ചെറിയ ചെറിയ സേവിങ്സ് മാത്രമായിരിക്കും അവരെ ആശ്രയിച്ച്. ഇപ്പൊ എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ, അങ്ങനെ ഹോസ്പിറ്റൽ കേസൊക്കെ വരുമ്പോഴാണ് ഇതുപോലത്തുള്ള ആവശ്യങ്ങൾ വരുന്നത്. പക്ഷെ അപ്പോഴും ബാങ്ക് ജീവനക്കാരെന്ന് പറയുന്നത് അവർക്ക് കൊടുക്കാൻ പറ്റില്ല, ഇന്നത് കാണിക്കണം എന്നുള്ള നിലപാടിലാണ് അവർ നിൽക്കുന്നത്. അപ്പൊ അതൊക്കെ വലിയ രീതി ഇപ്പൊ ആത്മഹത്യയിലേക്ക് വരെ, കാരണം അത്രയും ഗതികെട്ട ഒരു അവസ്ഥയിലായിരുന്നു അദ്ദേഹം എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുകൊണ്ടാണ് ആത്മഹത്യ എന്നൊരു വഴി തിരഞ്ഞെടുക്കാൻ അദ്ദേഹം മുതിർന്നത്. പിന്നെ മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് പ്രതിസന്ധി ഒഴിയാതെ കയറ്റുമതി മേഖല. നമുക്കറിയാം പശ്ചിമേഷ്യൻ യുദ്ധം നല്ല രീതിയിൽ കേരളത്തിലും എഫക്ട് ചെയ്ത്, നമ്മുടെ കേരളത്തിലെ നമ്മുടെ അടുക്കളയിൽ വരെ അത് വലിയ രീതിയിൽ പ്രതിഫലിക്കുന്നുണ്ട്. അപ്പം US ഇറാൻ സംഘർഷം സമവായം കാണാതെ നീളുന്നതോടെ കയറ്റുമതി ഇറക്കുമതി മേഖലയ്ക്ക് കനത്ത ആഘാതം. കൊച്ചി തുറമുഖം വഴിയുള്ള കയറ്റുമതിയിൽ 30%, ഇറക്കുമതിയിൽ 60% കുറവ് വന്നിട്ടുള്ളതാണ് കയറ്റുമതിക്കാർ അറിയിക്കുന്നത്. അപ്പൊ അത് വലിയൊരു പ്രതിസന്ധിയാണ് മുന്നോട്ട് പോകുമ്പോൾ. നമുക്ക് കേരളത്തിൽ ഒരുപാട് കയറ്റുമതി വ്യവസായങ്ങളുണ്ട്. ഇപ്പം മത്സ്യം, അതുപോലെ തന്നെ നട്ട്സ്, ഈ സുഗന്ധവ്യഞ്ജനങ്ങൾ, ഇതുപോലെയുള്ള കയറ്റുമതിയൊക്കെ ആശ്രയിച്ച് കഴിയുന്ന ഒരുപാട് വ്യവസായങ്ങൾ കേരളത്തിൽ തന്നെയുണ്ട്. അപ്പം കേരളത്തിലെ ചില ഉൽപ്പന്നങ്ങൾ, പ്രത്യേക ഉൽപ്പന്നങ്ങൾക്ക് വിദേശ മാർക്കറ്റുകളിൽ വലിയ ഡിമാൻഡുകൾ കിട്ടാറുണ്ട്. അപ്പം അവയ്ക്കെല്ലാം വലിയൊരു തിരിച്ചടിയാണ് ഈ പശ്ചിമേഷ്യയിലെ യുദ്ധം എന്ന് പറയുന്നത്. നമുക്ക് ഇറക്കുമതി കുറയുന്നതോടെ സാധാരണക്കാർ, കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങളും ലഭിക്കാതെ വരും. ആ ഒരു സാഹചര്യമൊക്കെ ഇനിയിപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് കേരളം മുന്നോട്ട് പോകുന്നത് നമുക്ക് പറയാം. കാരണം ഇപ്പോഴേ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാൽ മാത്രമേ ഉള്ളൂ അതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയുകയുള്ളൂ. പിന്നെ മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ലോകത്തെ മികച്ച ബാങ്കുകളിൽ കേരളത്തിൽ നിന്ന് 3 അതായത് ഫോബ്സ് പ്രസിദ്ധീകരിച്ച ലോകത്തിലെ ഏറ്റവും മികച്ച ബാങ്കുകളുടെ ഈ വർഷത്തെ പട്ടികയിൽ കേരളം ആസ്ഥാനമായ ഫെഡറൽ ബാങ്ക്, ധനലക്ഷ്മി ബാങ്ക്, കേരള ഗ്രാമീണ ബാങ്ക് എന്നിവ ഇടം പിടിച്ചു. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 368 ബാങ്കുകളാണ് പട്ടികയിലുള്ളത്. അപ്പം അതിൽ 3 കേരളത്തിലെ നിന്നുള്ള ഒരു ബാങ്കാണ്. അപ്പം അത് നമുക്കൊരു നല്ലൊരു കാര്യം. മറ്റൊരു വാർത്ത നോക്കിക്കഴിഞ്ഞാൽ വ്യവസായം
ബേസ് ചെയ്തിട്ടുള്ള ഒരു വാർത്ത നോക്കിയാൽ അതിഥിയെ കാത്ത് എന്നാണ് അതിന്റെ തലക്കെട്ട്. അതായത് നമ്മുടെ ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ വേണ്ടി അവരുടെ നാട്ടിൽ പോയിട്ടുള്ള അതിഥി തൊഴിലാളികൾ തിരിച്ചെത്തുന്നില്ല. അതുകൊണ്ട് തന്നെ തൊഴിലാളി ക്ഷാമം കേരളത്തിൽ വളരെ വലിയ രീതിയിൽ കൂടിയിരിക്കുകയാണ്. കാരണം നമുക്കറിയാം ഹോട്ടൽ മേഖലയാകട്ടെ, അതുപോലെ ഏത് മേഖലകൾ എടുത്താലും, അതായത് വൈറ്റ് കോളർ അല്ലാത്ത മേഖലകളിലെല്ലാം അതിഥി തൊഴിലാളികളാണ് കേരളത്തിൽ മുഴുവൻ. പെരുമ്പാവൂരൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം. അപ്പോൾ അത്തരം തൊഴിലാളികൾ ഒന്നും വോട്ട് ചെയ്യാൻ പോയിട്ട് തിരിച്ചെത്തിയില്ല എന്നുള്ള ഒരു വിഷമ അവസ്ഥയിലാണ് കേരളത്തിലെ വ്യവസായികൾ എന്ന് പറയുന്നത്. അതായത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ നാട്ടിൽ പോയ അതിഥി തൊഴിലാളികൾ തിരിച്ചെത്താത്തത് മൂലം തൊഴിൽ മേഖലയിൽ വൻ പ്രതിസന്ധിയാണ്. അതായത് ബംഗാൾ, അസം സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അതിഥി തൊഴിലാളികൾ കൂട്ടത്തോടെയാണ് ഇക്കുറി നാട്ടിൽ പോയത്. പൗരത്വം സംബന്ധിച്ച ആശങ്കയാണ് ഇതിന് കാരണം. അതുപോലെ തന്നെ മുൻ തിരഞ്ഞെടുപ്പുകളിൽ തൊഴിലാളികൾ കൂട്ടത്തോടെ പോയിരുന്നില്ല. കാരണം ഈയിടയ്ക്ക് തൊഴിലാളികൾ, അതായത് വോട്ട് ചെയ്തില്ലെങ്കിൽ പൗരത്വം നഷ്ടപ്പെടുമെന്നുള്ള രീതിയിലുള്ള ആശങ്കകൾ ഉയർന്നിരുന്നു. അതുകൊണ്ടാണ് അവർ കേരളത്തിൽ നിന്ന് കൂട്ടത്തോടെ പലായനം ചെയ്ത് അവരുടെ നാട്ടിലേക്ക് പോയത്. അപ്പൊ അതോടെ കേരളത്തിലെ തൊഴിലാളികൾ കിട്ടാതെയായി. അതുപോലെ തന്നെ തൊഴിലാളികൾക്കായി ലേലവും പിടിവലിയും എന്നുള്ള ഒരു അവസ്ഥ വരെ എത്തിയിരിക്കുകയാണ്. അതായത് തൊഴിലാളികളെ പണ്ടെങ്ങനെയാണോ ഈ അടിമച്ചന്തയൊക്കെ നടന്നിരുന്നത്, അതുപോലെ തൊഴിലാളികളെ കുറഞ്ഞ കൂലിക്ക് നല്ല രീതിയിൽ പണിയെടുക്കുന്നത്. കാരണം കേരളത്തിലെ മലയാളികൾ അത്രയും പണിയെടുക്കുന്നില്ലെന്ന ഒരു ആക്ഷേപം നിലനിന്നിരുന്നു. അവര് വലിയ രീതിയിൽ കുറഞ്ഞ കൂലിക്ക് നല്ല രീതിയിൽ പണിയെടുക്കുന്നതുകൊണ്ട് എല്ലായിടത്തും ഹോട്ടലിലും എല്ലാ സ്ഥലങ്ങളിലും അതിഥി തൊഴിലാളികളെ നമുക്ക് കാണാൻ കഴിയും. അതെ, അതിഥി തൊഴിലാളികൾക്കായി ലേലം വിളിയും ചോദിക്കുന്നതിലും ഇരട്ടി കൂലി വാഗ്ദാനം ചെയ്ത് പൈനാപ്പിൾ കർഷകർ തൊഴിലാളികളെ കൊണ്ടുപോയതോടെ നിർമ്മാണം ഹോട്ടൽ മേഖല കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഏകദേശം 1500 രൂപ ഉറപ്പിച്ച കരാറുകാർ വരെ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് മണിക്കൂറിൽ 1500 രൂപ വരെ ഉറപ്പിച്ച കരാറുകാരുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ എത്രത്തോളം അതെ തൊഴിലാളികൾ, എന്തായാലും തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം, അതായത് അതിഥി തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇത് കൊള്ളാലോ കളി എന്നുള്ള രീതിയിലായിരിക്കും. കാരണം നമ്മുടെ മലയാളികളുടെ തന്നെ കുഴപ്പമാണ്. കാരണം ഇവിടെ പണിക്ക് കിട്ടാത്തതുകൊണ്ടാണ് അവരിവിടെ വന്നതും അതുപോലെ അവർക്ക് ഇത്ര ഡിമാൻഡ് കൂടിയത്. അതെ, അവര് പറയുന്നത് പറഞ്ഞാൽ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത തുക കൂലിയായി ലഭിച്ചു തുടങ്ങിയതോടെ ഹോട്ടലുകളിലും നിർമ്മാണ മേഖലകളിലും ജോലി ചെയ്തിരുന്നവർ കൂട്ടത്തോടെ പൈനാപ്പിൾ തോട്ടങ്ങളിലേക്ക് ചേക്കേറുകയാണെന്നുള്ള, അതായത് തുടങ്ങിയത് പൈനാപ്പിൾ കർഷകരാണ്. അപ്പോൾ അവര് ഹോട്ടൽ മേഖലയൊക്കെ വിട്ടിട്ട് ഇപ്പോ പൈനാപ്പിൾ കൃഷിയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണെന്നുള്ള. കാരണം ഇനിയിപ്പോ നമുക്കറിയാം ഇന്ധനവിലയൊക്കെ കൂടുന്ന സ്ഥിതിക്ക് അത് കിട്ടാനും ഇല്ല, അതുപോലെ ഇനി വർദ്ധിക്കുകയാണ്. അപ്പം കേൾക്കുമ്പോൾ നമുക്ക് രസകരമായിട്ട് തോന്നുമെങ്കിലും ഇത് കേരളത്തിലെ പിന്നില് ഒരു അവസ്ഥ തന്നെയാണിത്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒറ്റയ്ക്ക് വന്ന നായകൻ, അതായത് വി ഡി സതീഷിന്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. അതായത് ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് അധികം പരിഗണന കിട്ടിയിട്ടില്ലെന്നുള്ള കാര്യം. അതായത് ഞാൻ എന്നും ഒറ്റയ്ക്കാണ്. 2011 ഉമ്മൻചാണ്ടി സർക്കാരിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോലും പരിഗണിക്കപ്പെടാതെ അകറ്റി നിർത്തപ്പെട്ട വി ഡി സതീശൻ എന്ന് പറഞ്ഞ വാക്കുകളാണിത്. പാർട്ടിയിൽ ഒറ്റയ്ക്കായാലും തന്നെ വിശ്വസിക്കുന്ന ഒരുപാട് പേർ കൂടെ ഉണ്ടെന്ന് സതീശന് ബോധ്യപ്പെടാൻ പിന്നെയും 1.5 പതിറ്റാണ്ട് കഴിയേണ്ടി വന്നു. ഓക്കെ, അപ്പം പാർട്ടിയിൽ, അതായത് നമുക്കറിയാം പാർട്ടിക്കകത്തും അദ്ദേഹത്തിനെതിരെ ശത്രുക്കൾ ഉണ്ടെന്നുള്ളതിന്റെ തെളിവാണ് ഈ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി തന്നെ കൂടിയ അടി. അപ്പം ഇനിയും അദ്ദേഹം വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടിന്റെ ഫലമായിട്ട് എത്തിയെങ്കിൽ പോലും ഇനിയും ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടതുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ 2021 മുതലുള്ള പരിശ്രമത്തിന്റെ ഫലമാണ് ഈ 2026 അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയത്. അപ്പൊ ഇനിയും അതിന് ഒരുപാട്, കാരണം നമുക്കറിയാം ഒരു പാർട്ടി എന്ന് പറയുമ്പോൾ തന്നെ വ്യക്തികളല്ലെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ വ്യക്തികളെക്കാൾ ഉപരിയായിട്ട് പാർട്ടിക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ പക്ഷെ മറ്റു നേതാക്കൾ അത് പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം എന്ന് പറയുന്നത്. കാരണം വ്യക്തിനെ മാത്രം പരിഗണിച്ചുകൊണ്ട് അവർക്ക് ഈ സ്ഥാനം കൊടുത്താൽ ശരിയാകില്ല. അത് സ്വാർത്ഥ താല്പര്യം, അത് അവർക്ക് കിട്ടാത്തത് ഇപ്പം KC വേണുഗോപാലിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ എനിക്ക് മുഖ്യമന്ത്രി പദം കിട്ടിയില്ലെങ്കിൽ സതീശനും കൊടുക്കരുത് എന്നുള്ള ഒരു നിലയിലേക്ക് നേതാക്കൾ സ്വാർത്ഥ താല്പര്യത്തിലേക്ക് മാറിയിരിക്കണം. അപ്പൊ അതിന്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഒരുപാട് അവഗണനയും പരിഹാസങ്ങളും എല്ലാം ഇപ്പം നമുക്കറിയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണെങ്കിൽ പോലും വി ഡി സതീശന് നല്ല രീതിയിലുള്ള പരിഹാസങ്ങൾ, അപ്പം വനവാസത്തിന് പോകണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ നല്ല രീതിയിൽ പരിഹാസങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു. അതുപോലെ 100 സീറ്റുകൾ കൂടുതൽ സീറ്റുകൾ കോൺഗ്രസ് നേടുമെന്ന് പറഞ്ഞപ്പോഴും പരിഹാസങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു. അപ്പൊ അതിനൊക്കെ അതിജീവിച്ചാണ് അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിയത്. അതുപോലെ മറ്റൊരു വന്നാലും അദ്ദേഹത്തിന്റെ ഈ ഒരു രാഷ്ട്രീയ യാത്ര എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രീയക്കാർക്കും ഒരു പ്രചോദനം തന്നെയാണ്. കാരണം ഒറ്റയ്ക്ക് വന്നാണ്, കാരണം ഒരു പരിഗണനയും ഇല്ലാതെ ഇത്രയും ആക്ഷേപിച്ച് അടിച്ചമർത്തിയിട്ടും അദ്ദേഹം വീണ്ടും മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഏറ്റവും ടോപ്പിലുള്ള ഒരു പൊസിഷൻ ആണല്ലോ. ഇപ്പം നമുക്കറിയാം ഇപ്പൊ ജയിക്കുകയാണെങ്കിൽ വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. അപ്പം അതുകൊണ്ട് പക്ഷെ എല്ലാം തീർന്നില്ല. കോൺഗ്രസിന്റെ കാര്യത്തിൽ അതുകൊണ്ട് മാത്രം തീർന്നില്ല. അവിടെയും പിന്നെയും വെല്ലുവിളികളായിരുന്നു. പക്ഷെ എന്നാൽ പോലും ഇനി മുഖ്യമന്ത്രി പദത്തിൽ
എത്തിയതിനു ശേഷവും ഇനിയും വെല്ലുവിളികൾ ബാക്കിയാണ്. ഇനിയും പാർട്ടിക്ക് അകത്തും ആഭ്യന്തരമായും അതുപോലെ തന്നെ ജനകീയമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം നേരിടാൻ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനേക്കാൾ ഉപരിയാണ് പാർട്ടിക്കുള്ളിലെ രാഷ്ട്രീയ നേതാക്കളെ ഒന്ന് സമവായത്തിൽ എത്തിച്ച് അവരെ ഒത്തൊരുമിച്ച് ഒന്ന് കൊണ്ടുപോകാനായിട്ട്. ഉള്ളിലൊരു സ്ഥിരത ഉണ്ടെങ്കിൽ മാത്രമേ പുറമേയും ഒരു സ്ഥിരതയാർന്ന ഭരണം അവർക്ക് നടത്താൻ കഴിയൂ. അപ്പൊ എന്താണേലും അദ്ദേഹത്തിന് അതിന് എല്ലാരെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മന്ത്രി അല്ലാതെ മുഖ്യനാവുന്ന അഞ്ചാമനാണ്. അതായത് 1957 EMS നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായി ആദ്യ സർക്കാരിന് ശേഷം മന്ത്രിസ്ഥാനം ഒന്നും വഹിക്കാതെ മുഖ്യമന്ത്രി പദവിയിൽ എത്തുന്ന 5ാമത്തെ നേതാവാണ് സതീശൻ. അപ്പൊ അതൊരു പ്രത്യേകതയാണ്. അദ്ദേഹം MLA ആണ് പറവൂർ മണ്ഡലത്തിലെ. അപ്പൊ അതിൽ നിന്ന് മാറി മന്ത്രി ആവാതെ നേരിട്ട് മുഖ്യമന്ത്രി ആകുന്ന ആ ഒരു പ്രത്യേകതയും കൂടി രാഷ്ട്രീയത്തിൽ അതൊരു അപൂർവത തന്നെയാണ്. കാരണം മന്ത്രി ഒരു സമകാലിക രാഷ്ട്രീയ അല്ലെങ്കിൽ ഒരു കൺവെൻഷണൽ രാഷ്ട്രീയത്തിൽ എപ്പോഴും ആദ്യം ഒരു മന്ത്രിയായി ഇരുന്ന എക്സ്പീരിയൻസ് ഒക്കെ നേടി അതിനുശേഷമാണ് മുഖ്യമന്ത്രി പദത്തിലേക്കൊക്കെ എത്തിപ്പെടുന്നത്. പക്ഷേ സതീശനെ സംബന്ധിച്ചിടത്തോളം സതീശന്റെ രാഷ്ട്രീയ വഴികൾ എപ്പോഴും വ്യത്യസ്തമായിരുന്നു. അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങളും ഒരു നോർമൽ രാഷ്ട്രീയക്കാരനെ പോലെ അല്ലായിരുന്നു അദ്ദേഹം. ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അണികൾ വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ സതീശൻ എപ്പോഴും ഒറ്റയ്ക്ക് നടക്കാനാണ് ആഗ്രഹിച്ചത്. അപ്പോൾ അതുപോലെയുള്ള ഒരു വ്യത്യസ്തമായൊരു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലുള്ളൊരു ഇതാണ് ഇപ്പോൾ ഒരു മന്ത്രിസ്ഥാനം പോലും വഹിക്കാതെ നേരെ ഡയറക്റ്റ് മുഖ്യമന്ത്രി ആവുക എന്ന് പറയുന്നത് ഒരു സംഭവം എന്ന് പറയുന്നത്. അതെ, അതിനൊരു പ്രത്യേകത തന്നെയാണ് അദ്ദേഹത്തിന്റെ. നമുക്കറിയാം എത്ര നമ്മൾ കഷ്ടപ്പെട്ടാലും അതിനൊരു ഫലം കിട്ടുമെന്നുള്ള ഒരു തെളിവ് കൂടിയാണ്. ഇപ്പൊ നമുക്കറിയാം കഷ്ടപ്പെട്ട് പഠിച്ച് നല്ലൊരു റാങ്കും ജോലി നേടുന്ന ആളുകളുണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് രാഷ്ട്രീയത്തിൽ നിന്ന് നമുക്കിപ്പം വ്യക്തമായിട്ട് അതിനൊരു ഉദാഹരണമായിട്ട് തന്നെ നമുക്ക് വി ഡി സതീശനെ കാണാൻ കഴിയും. കാരണം 2021 മുതൽ തകർന്നടിഞ്ഞ പാർട്ടിനെ ഈ നിലയിൽ എത്തിച്ച് വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് മുഖ്യമന്ത്രി പദത്തിൽ അദ്ദേഹം എത്തി നിൽക്കുകയാണ്. ഒരുപാട് പ്രതിസന്ധികൾ, കാരണം ഇതുപോലൊരു വെല്ലുവിളികളും അതുപോലെ പരിഹാസങ്ങളും അപകട ഒന്നും ഒരു നേതാവ് നേരിട്ടിട്ടില്ലെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയിട്ട് ഇതുപോലൊരു തമ്മിത്തല്ലും തർക്കങ്ങളും. ഇപ്പം വിജയിക്കുമ്പോൾ തന്നെ, അതായത് പാർട്ടി വൻ ഭൂരിപക്ഷത്തിൽ 100 സീറ്റുകളിൽ കൂടുതൽ നേടി വിജയിച്ചപ്പോൾ തന്നെ അതൊരു പാർട്ടിയുടെയും രാഷ്ട്രീയ നേതാക്കളുടെ വിജയമായിട്ട് കാണാതെ അതിനപ്പുറം സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി വീണ്ടും മുഖ്യമന്ത്രി പദത്തിനായിട്ട് വീണ്ടും വെല്ലുവിളികൾ ഉയർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതിനൊക്കെ അതിജീവിച്ച് അദ്ദേഹം വീണ്ടും ഇപ്പം മുഖ്യമന്ത്രി പദത്തിൽ എത്തി നിൽക്കുമ്പോൾ അത് അദ്ദേഹത്തിന്റെ തന്നെ കഠിന ശ്രമത്തിന്റെ ഫലമായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും. അതെ. പിന്നെ നമുക്ക് കേരള കൗമുദിയിൽ മറ്റൊരു വാർത്ത വന്നിരിക്കുന്നു നോക്കിയാൽ നീറ്റ് പുനഃപരീക്ഷ ജൂൺ അവസാനം നടന്നേക്കും എന്നുള്ളതാണ്. കാരണം നമ്മൾ അറിഞ്ഞു നീറ്റ് അല്ലെങ്കിൽ നീറ്റ് പരീക്ഷ ഇടയ്ക്ക് റദ്ദാക്കിയിരുന്നു. അതായത് നീറ്റ് ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ള ഒരു ആരോപണം വന്നതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. അപ്പൊ എന്തായാലും ജൂൺ അവസാനം നടന്നേക്കും എന്നുള്ളതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ കഷ്ടത ഉളവാക്കുന്ന ഒരു അവസ്ഥ തന്നെയാണത്. കാരണം അവർ എത്ര രാത്രിയും പകലുകളും ഉറക്കമൊളിച്ച് പഠിച്ച് ഒരു നീറ്റ് പരീക്ഷ എഴുതി ജയിച്ച് അവർ ഒരു പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ തങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചതെല്ലാം വെള്ളത്തിലായി എന്നുള്ള ഒരു അവസ്ഥയാണ്. ഇനിയും വീണ്ടും അവർക്ക് ഉറക്കമുളക്കേണ്ടി വരും എന്നുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്. നമുക്കറിയാം നീറ്റ് എന്നൊക്കെ പറയുന്നത് അതുപോലെ പഠിച്ച് കഷ്ടപ്പെട്ടാൽ മാത്രമേ അതൊക്കെ കിട്ടുകയുള്ളൂ. അപ്പൊ അതിന്റെ ഒരു ചോദ്യപേപ്പർ കവർ അതൊക്കെ വിദ്യാർത്ഥികളുടെ പഠനത്തെയും അവരുടെ കഴിവ് അവർ എടുക്കുന്ന പ്രയത്നത്തെയും ഒക്കെ വില കുറച്ച് കാണുന്നതിന്റെ ഒരു ഫലമായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ എന്തായാലും ഇതിൽ ചോരാൻ കാരണമായിട്ടുള്ള പ്രതികൾ പ്രധാനമായിട്ടും വാട്സപ്പും ടെലഗ്രാമും ഉപയോഗിച്ചു എന്നുള്ള വാർത്തയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ ടെലഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം വാട്സപ്പിൽ കുറച്ചുകൂടെയെങ്കിലും ഒരു സെക്യൂരിറ്റി ഇതുണ്ട്. പക്ഷെ ടെലഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലുള്ള കണ്ടന്റുകളും യഥേഷ്ട കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് ടെലഗ്രാം മാറിക്കഴിഞ്ഞു. കൃത്യമായൊരു നിയന്ത്രണം കൊണ്ടുവന്നില്ലെങ്കിൽ മറ്റു പല രീതിയിലുള്ള ഇതുപോലെയുള്ള സമാന സംഭവങ്ങൾ ഈ ആപ്പ് വഴി നടക്കാനുള്ള സാധ്യതകൾ വളരെ വലുതാണ്. അതായത് വാട്സപ്പ് ടെലഗ്രാം ഗ്രൂപ്പുകൾ ഉണ്ടാക്കി പ്രതികൾ 400-ൽ പരം ചോദ്യങ്ങളുള്ള PDF ഷെയർ ചെയ്തുവെന്ന് റിമാൻഡ് റിപ്പോർട്ട് പറയുന്നു. യഥാർത്ഥ ചോദ്യപേപ്പറിലെ 120 ചോദ്യങ്ങൾ അതേപോലെ അതിലുണ്ടായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തി. അതുപോലെ തന്നെ ഇതിൽ പ്രതികൾ തമ്മിൽ നടത്തിയ ചാറ്റുകൾ വളരെ നിർണായകരമായി എന്നും പോലീസ് കണ്ടെത്തി. അതുപോലെ തന്നെ ഈ ചോദ്യപേപ്പർ കൈമാറുന്നതിന് വേണ്ടി ഏകദേശം 12 ലക്ഷം രൂപയാണ് ഇവർ വാഗ്ദാനം ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പം 12 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്ത് ഈ ഒരു ചോദ്യപേപ്പർ കൈമാറ്റം ചെയ്യുമെന്ന് പറയുമ്പോൾ എത്ര ഗുരുതരമായൊരു
കേസാണിതെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം. കാരണം ഈ സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളായിരിക്കും കൂടുതലും ഇതിലേക്ക് ഇൻവോൾവ്. കാരണം മറ്റു വഴികളൊന്നുമില്ലാതെ പഠനത്തിലൂടെ മാത്രം നല്ലൊരു മികച്ച ജീവിതം കണ്ടെത്താൻ ശ്രമിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കും കൂടുതലും. അപ്പം അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഇങ്ങനെ കള്ളത്തരം കാണിച്ച് കയറുക എന്ന് പറയുന്നത് തന്നെ അതൊന്നും ഫലവത്തായ ഒരു കാര്യമേ അല്ല. അത് സാധാരണക്കാരായ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ അതെ, അവരുടെ കഷ്ടപ്പാടിനും പ്രയത്നത്തിനും ഒന്നും ഒരു ഫലം കൊടുക്കാത്ത, അവർക്ക് അതൊരു വില കൽപ്പിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനം തന്നെയാണ് നമുക്ക് പറയാൻ കഴിയും. സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് ആകെ ജീവിതത്തിൽ മുന്നേറാൻ ഇതുപോലെയുള്ള 1-2 മത്സര പരീക്ഷകളോ വഴികളേ ഉള്ളൂ. അവിടെയും ഇതുപോലെയുള്ള കള്ളത്തരങ്ങൾ നടക്കുമ്പോൾ അത് വീണ്ടും സാധാരണക്കാർക്ക് തന്നെയാണ് തിരിച്ചടിയാവുന്നത്. ഇനി മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് കെ സി പ്രബലൻ, അതായത് മാതൃഭൂമിയിൽ ചെറിയൊരു കോളത്തിൽ കൊടുത്തേക്കുന്നതാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയെ നിശ്ചയിച്ചു കഴിഞ്ഞപ്പോൾ സന്തോഷം തോന്നിയില്ല എന്ന ചോദ്യത്തിന് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് മുഖങ്ങളിൽ ഒന്നായ നേതാവിന്റെ മറുപടി സൂക്ഷ്മതയോടെയായിരുന്നു. സന്തോഷമല്ല, ആശ്വാസം എന്ന് അദ്ദേഹം തിരുത്തി. ഹൈക്കമാൻഡ് നേതൃത്വ നിരയിലെ കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാതെയുള്ള നടപടി സന്തോഷമാണെന്ന് പറയാൻ മറ്റു നേതാക്കൾ ആരും തയ്യാറായിരുന്നില്ല. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നുണ്ടായിരുന്നു, അതായത് കെ.സി. പക്ഷത്തിന് ഒരു അതൃപ്തി പ്രകടിപ്പിച്ച് അവരും രംഗത്ത് വന്നിരുന്നു. കാരണം കെ.സി. അത് കൂടുതൽ MLA-മാരുടെ പിന്തുണ അദ്ദേഹത്തിനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം സതീഷിനേക്കാളും കൂടുതൽ MLA-മാരുടെ പിന്തുണ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പം അദ്ദേഹമായിരുന്നു കൂടുതലും ഇപ്പൊ ഹൈക്കമാൻഡിന്റെ സ്വാധീനവും അതുപോലെ രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തൻ എന്ന നിലയിലും എല്ലാം അദ്ദേഹത്തിനായിരുന്നു കൂടുതൽ പ്രാധാന്യം എന്നാണ് നമ്മളും വിചാരിച്ചിരുന്നത്. പക്ഷെ അതിനെല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് വി.ഡി. സതീശൻ അധികാരത്തിൽ വന്നത്. കെ.സിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പുറമേ സന്തോഷത്തോടെ പതുക്കെ അല്ലെ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സന്തോഷത്തെക്കാൾ ഏറെ ആശ്വാസം എന്നൊരു വന്നത്. അപ്പം അതാണ് പാർട്ടിക്കുള്ളിൽ തന്നെ നമുക്കൊരു സ്വാർത്ഥ താല്പര്യം തന്നെയാണ് ഇതിന് വീണ്ടും വീണ്ടും അവര് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു പാർട്ടി മുന്നേറണം, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരണം എന്നതിലുപരി കൂടുതലും അവരുടേതായിട്ടുള്ള വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വ്യക്തിപരമായ അധികാരം എന്നൊരു മോഹം മാത്രമാണ് ഇവരുടെ ഒരു ലക്ഷ്യം എന്ന് നമുക്ക് പറയാൻ കഴിയും. പിന്നെ മറ്റൊരു സങ്കടകരമായ ഒരു വാർത്ത എന്ന് പറയുന്നത് ഡൽഹിയിൽ ബസ്സിനകത്ത് വീണ്ടും കൂട്ടബലാത്സംഗം. അതായത് രാജ്യത്തെ നടുക്കിയ 2012 നിർഭയ കേസിന് സമാനമായി ഡൽഹിയിൽ വീണ്ടും ബസ്സിൽ കൂട്ടബലാത്സംഗം. ഫാക്ടറി തൊഴിലാളിയായ 30-കാരിയാണ് ബലാത്സംഗത്തിനിരയായത്. സംഭവത്തിൽ UP സ്വദേശികളായ ബസ് ഡ്രൈവർ ഉമേഷിനെയും കണ്ടക്ടർ രമേന്ദ്രനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഡൽഹിയിൽ നിന്നും ബീഹാറിലേക്ക് ദീർഘദൂര സർവീസ് നടത്തുന്ന സ്വകാര്യ സ്ലീപ്പർ ബസ്സും കസ്റ്റഡിയിലെടുത്തു. ഇത് നമുക്കറിയാം, നോർത്ത് ഇന്ത്യയിലൊക്കെ വലിയ രീതിയിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പം കൂട്ടബലാത്സംഗത്തിന് ഇരയായിരിക്കുകയാണ്. അപ്പം ഒന്ന് ഓർത്തു നോക്കുക അവരുടെ ഒരു അവസ്ഥ. ഇത്തരത്തിലുള്ള നടപടികൾ ഇപ്പം നമുക്കറിയാം, ഈ വിദേശ അറബ് രാജ്യങ്ങളിൽ നമുക്കറിയാം, അവരൊക്കെ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു അതിക്രമം ഡയറക്റ്റ് വധശിക്ഷ നടപ്പിലാക്കിയുള്ളൂ. പക്ഷെ ആ നിയമം ഇന്ത്യയിൽ എന്തുകൊണ്ട് കൊണ്ടുവരുന്നില്ല എന്നുള്ളൊരു ഇതാണ്. കാരണം അത്തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമേ ഉള്ളൂ ഇതുപോലുള്ള സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കത്തുള്ളൂ. താരതമ്യേന കേസിലും നടന്നപ്പോഴും നമ്മൾ ആഗ്രഹിച്ചിരുന്നു ഇതാകണം അവസാനത്തെ ഇതുപോലെയുള്ള ഒരു കൂട്ടബലാത്സംഗം അല്ലെങ്കിൽ ഇത്രയും ദാരുണമായ കേസ്. പക്ഷേ ഇങ്ങ് 2026 എത്തുമ്പോഴും ഇപ്പോഴും ഒരു മാറ്റവും ഇല്ലാതെ ഡൽഹിയിൽ ഒരു കൂട്ടബലാത്സംഗം ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായ. പക്ഷെ അത് നമ്മൾ ഇനിയും ഇത് ആവർത്തിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അതിന് കഠിനമായിട്ടുള്ള ശിക്ഷ നൽകിയാലേ ഉള്ളൂ ആളുകൾക്ക് അതിലൊരു പേടി ഉണ്ടാകത്തുള്ളൂ. കാരണം ഇതിപ്പം പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ തെറ്റ് ചെയ്താലും സുരക്ഷിതമായിട്ട് ഇരിക്കാന്നുള്ളൊരു, ഇപ്പം പോലീസ് ആണെങ്കിലും സർക്കാർ ആണെങ്കിലും അങ്ങനെ ഒരു നടപടിയാണ് എടുക്കുന്നത്. അപ്പൊ അതിൽ നിന്നും മാറി കർശനമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരണം. ഇപ്പം മറ്റ് അറബ് രാജ്യങ്ങളെ പോലെ തന്നെ വധശിക്ഷ ആ സെക്കൻഡിൽ വധശിക്ഷ നടപ്പിലാക്കുന്ന നിയമം ഇന്ത്യയിലും കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ ഉള്ളൂ ഇത്തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള നടപടികൾ, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. പ്രശ്നം എന്ന് പറയുന്നത് ഗൾഫ് രാജ്യങ്ങളെല്ലാം തന്നെ ഏകാധിപത്യ ഭരണം പിന്തുടരുന്ന രാജ്യങ്ങളാണ്. നമ്മളെ ഇന്ത്യ ഇത്തരത്തിലുള്ള തെറ്റുകൾ കാരണം നമുക്ക് ആർക്കും ഒരവകാശവും ഇതുപോലെ പീഡിപ്പിക്കുക, കൂട്ടബലാത്സംഗം, അതൊക്കെ എന്ന് പറയുന്നത് ഏറ്റവും ക്രൂവലായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. അപ്പം അത് അവർ ക്രിമിനൽസ് തന്നെയാണ്. അപ്പം അവരെ ഇങ്ങനെ വീണ്ടും പ്രൊട്ടക്ട് ചെയ്ത്, അതായത് നമുക്കറിയാം ഇപ്പോൾ കേസിൽ അവർക്ക് ശിക്ഷ കിട്ടിയെന്ന് തന്നെ വെക്കുക, എങ്കിലും ജയിലിൽ പോയി സുഖവാസം, നല്ല ഭക്ഷണം എല്ലാമാണ് അവർക്ക് ലഭിക്കുന്നത്. അതിൽ നിന്ന് മാറി വധശിക്ഷ തന്നെ നടപ്പിലാക്കണം എന്നുള്ളൊരു നിയമത്തിലേക്ക് ഇന്ത്യ വരണമെന്നുള്ളൊരു ഒരു ജനാധിപത്യ രാജ്യത്ത് അത് വളരെ പാടുള്ള ഒരു കാര്യമാണെങ്കിൽ ജനങ്ങളെ സംരക്ഷിക്കണ്ടേ, അതും കൂടെ നോക്കണം. കാരണം ജനങ്ങൾക്ക് ഒരിക്കലും, അതായത് ജനങ്ങൾ കാരണം തന്നെ ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഇതുപോലുള്ള ക്രിമിനൽസിനെ വെച്ചിട്ടും
യാതൊരു കാര്യമില്ല. ഒരു തെറ്റും ചെയ്യാത്ത ആളുകളായിരിക്കും ഇത്തരത്തിൽ ശിക്ഷിക്കപ്പെടുന്നത്. അപ്പം അവർക്ക് സാധാരണക്കാരെ സംരക്ഷിക്കേണ്ടത് ഇപ്പം നമുക്കറിയാം, ഫാക്ടറി തൊഴിലാളിയാണ്, ഒന്ന് ഓർത്ത് നോക്കുക. അപ്പം അവരുടെ ഒരു ഉപജീവന മാർഗ്ഗം, അവർ ജോലിക്ക് പോകുന്ന സമയത്തായിരിക്കും ഇത്തരത്തിൽ അവരൊരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല. അപ്പം ഇത്തരത്തിലുള്ള നടപടികൾ നീക്കണമെന്നുണ്ടെങ്കിൽ കഠിനമായിട്ടുള്ള നിയമങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവന്ന് അത് നടപ്പിലാക്കിയേ മതിയാകൂ. അല്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കും. ഇപ്പോ നമ്മുടെ വേൾഡ്, അതായത് നമ്മുടെ ജിയോ പൊളിറ്റിക്കൽ ന്യൂസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് വരുന്നത്. അതായത് ട്രംപ് ഈയിടയ്ക്ക് ചൈന സന്ദർശിച്ചിരുന്നു. അപ്പം ചൈനീസ് പ്രസിഡന്റ് ഷിയുമായി, അതായത് ഷീ ജിൻപിങ്ങുമായിട്ട് അദ്ദേഹം ചർച്ചകൾ നടത്തിയിരുന്നു. അപ്പം തായ്വാനെ സംബന്ധിച്ച് അദ്ദേഹം വളരെ പ്രധാനപ്പെട്ടൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അതായത് തായ്വാനിൽ ഇനി അമേരിക്ക ഇടപെടരുത് എന്ന് ഷീ ജിൻപിങ് പറഞ്ഞിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട, അതായത് കാലങ്ങളായിട്ട്, പതിറ്റാണ്ടുകളായിട്ട് ചൈനയ്ക്ക് കണ്ണുള്ള ഒരു സ്ഥലം തന്നെയാണ് തായ്വാൻ എന്ന് പറയുന്നത്. അതായത് അമേരിക്ക തായ്വാൻ ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ടെങ്കിലും ഈ ചൈന എന്ന് പറയുന്ന, അല്ലെങ്കിൽ ചൈനയുടെ പ്രദേശമാണ് തായ്വാൻ എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. അതായത് ഏത് നിമിഷം വേണമെങ്കിലും അമേരിക്കയെ ആക്രമിക്കാമെന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ തായ്വാനെ ആക്രമിക്കും ചൈന എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പൊക്കോണ്ടിരുന്നത്. അപ്പം അതിനകത്ത് ഒരു വ്യക്തമായൊരു മറുപടി ഷീ ജിൻപിങ് പറഞ്ഞിരിക്കുകയാണ്. അതായത് ഇനി തായ്വാന്റെ പ്രശ്നത്തിൽ അമേരിക്ക ഇടപെടരുത് എന്നുള്ള ഒരു നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. അതെ. ഇനി മറ്റൊരു വാർത്ത എന്ന് പറയുന്നത്, ഇനിയും അപകടമരുത്, ബസ് സ്റ്റാൻഡുകളിൽ സുരക്ഷാ ക്രമീകരണം. അതായത് കഴിഞ്ഞ ദിവസം കോട്ടയം തിരുനക്കര ബസ് സ്റ്റാൻഡിൽ ഒരു അപകടം ഉണ്ടായിരുന്നു. അതായത് നടന്നു പോകുന്ന ഒരു സ്ത്രീയില് ബസ് കയറി ദാരുണാന്ത്യം സംഭവിക്കുകയുണ്ടായി. അപ്പം അതിനെ തുടർന്നൊരു നടപടി എന്ന് പറയുന്നത്, തിരുനക്കര ബസ് സ്റ്റാൻഡിൽ ബസ് കയറി ഇറങ്ങുന്ന ഭാഗത്ത് ഹമ്പ് സ്ഥാപിക്കും. അതായത് അതൊരു നല്ലൊരു നടപടിയാണ്. കാരണം യാതൊരു സുരക്ഷയുമില്ല. അതായത് അവരുടെ ശ്രദ്ധക്കുറവ് തന്നെയാണ് നമുക്ക് പറയാം. നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടിരുന്നു. അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കുന്ന ആ സ്ത്രീ ഇങ്ങനെ നടന്നു വരുമ്പോൾ അതിന് പൊക്കത്തു കൂടെ, അതായത് ഡ്രൈവർ ശ്രദ്ധിക്കാതെ ബസ് കയറിയതായിരുന്നു. അപ്പൊ ബസ് സഞ്ചരിച്ചിരുന്ന വഴി വേർതിരിക്കുന്നതിന് ടാർവിപ്പകൾ വെള്ള പെയിന്റ് അടിച്ച് റിഫ്ലക്ടറോട് കൂടി സ്ഥാപിക്കും. തിരുനക്കര ബസ് സ്റ്റാൻഡിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടത്തിൽ ഒരു സ്ത്രീ മരിച്ച സാഹചര്യത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ MP സന്തോഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ തിരുനക്കര നാഗമ്പടം ബസ് സ്റ്റാൻഡുകളിൽ ഏർപ്പെടുത്തേണ്ട ക്രമീകരണങ്ങളെ കുറിച്ച് നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. അപ്പൊ അതെന്താണുള്ള ഒരു നല്ലൊരു നടപടിയാണ്. കാരണം അത്തരത്തിലുള്ള ഇതുപോലുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ കൂടുതൽ നമ്മളിനി ശ്രദ്ധ കൊടുത്തേ പറ്റും. കാരണം ഡ്രൈവേഴ്സ് ആണെങ്കിലും കണ്ടക്ടർമാരാണെങ്കിലും കൂടുതലും കുറച്ചും കൂടെ ഈ സ്വകാര്യ ബസ്സുകൾ നമുക്കറിയാം എപ്പോഴും ഒരു വിമർശനം അവർക്കിടയിൽ അവർക്കെതിരെ ഉയരുന്നുണ്ട്. കാരണം ഭയങ്കര ഓവർ സ്പീഡാണ്, അതുപോലെ മത്സരമാണ്. സ്റ്റാൻഡുകളിലും അവർക്ക് യാത്രക്കാരെ കയറ്റാൻ വേണ്ടി വേഗത്തിലാണ്. സ്റ്റാൻഡിൽ പൊതുവെ 15 കിലോമീറ്ററിൽ കുറവ് ബസ്, അല്ലെങ്കിൽ 5 കിലോമീറ്ററിൽ കുറവ് സ്പീഡ് വേണമെന്നാണ് നിയമം ഉണ്ടെങ്കിലും പക്ഷേ അവരതൊന്നും നിയമങ്ങൾ പാലിക്കാത്ത വിധത്തിലുള്ള ഒരു യാത്രയാണ് അവർ നടത്താറുള്ളത്. കാരണം വലിയ രീതിയിൽ എപ്പോഴും ആളുകളാണ്, ഇതുപോലെ ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. അവരുടെ അത് ശ്രദ്ധക്കുറവ് മൂലം. അതിപ്പം നമുക്കറിയാം, ബസ്സുകളുടെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ യാത്രക്കാരെ കയറ്റി അവർക്ക് അവരുടെ സ്ഥലങ്ങളിൽ എത്തിക്കുക എന്നതാണ്. അതിന് പകരം ഓവർ സ്പീഡ് കാണിച്ച് ഇന്ന സമയത്ത് എത്തി, അതായത് ഇവർക്ക് ഇന്ന സമയത്ത് അവിടെ എത്തണം, പക്ഷെ അതിന് ആളുകളെ കയറ്റുന്നില്ല. ഇപ്പൊ കയറ്റുവാണെങ്കിൽ തന്നെ നമ്മൾ സ്പീഡിൽ പോകുമ്പോൾ താഴെ വീഴുക, അങ്ങനത്തെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. അപ്പം അതിൽ നിന്ന് മാറിയിട്ട് ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു രീതിയിൽ തന്നെ വാഹനം ഓടിക്കാൻ ഡ്രൈവേഴ്സ് ആണെങ്കിലും പ്രത്യേകം പ്രൈവറ്റ് ബസ്സുകളെല്ലാം പോകുന്നത് ഇടുങ്ങിയ വഴികളിലൂടെയാണ്, മെയിൻ റോഡിൽ കൂടെ അല്ല. അതുകൊണ്ട് തന്നെ അവിടെ ഓവർ സ്പീഡ് എടുക്കുന്നത് കൂടുതൽ അപകടത്തിന് കാര്യമാകും. അതും എല്ലാം ഇതൊക്കെ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ശ്രദ്ധ തന്നെയാണ് നമുക്ക് വേണ്ടത്. അപ്പം നമ്മൾ മാതൃഭൂമിയുടെ സ്പോർട്സ് പേജിലോട്ട് പോവുകയാണെങ്കിൽ അവരൊരു പ്രധാനമായിട്ടുള്ളൊരു വാർത്തയായിട്ട് കൊടുത്തേക്കുന്നത് മുംബൈ പഞ്ചാണ്. അപ്പം ഈ സീസണിൽ മുംബൈ എന്ന ടീമിനെ സംബന്ധിച്ച് വൻ പരാജയമായിരുന്നു. അവരുടെ പ്ലേ ഓഫ് സാധ്യതയെല്ലാം പോയി. കൂടുതലും തോൽവികളാണ് അവർ നേരിട്ടത്. അപ്പം മുംബൈ ഇന്ത്യൻസിന് ഇനി പ്ലേ ഓഫിൽ കടക്കാനാകില്ലെങ്കിലും പ്ലേ ഓഫ് മോഹികളുടെ വഴി മുടക്കാനാകും. അതായത് IPL ക്രിക്കറ്റിൽ വ്യാഴാഴ്ച പഞ്ചാബ് കിങ്സിനെ 6 വിക്കറ്റിന് തോൽപ്പിച്ചപ്പോൾ അതാണ് സംഭവിച്ചത്. ആദ്യ 7 കളികളിൽ 6 ജയിച്ച് പോയിന്റ് പട്ടികയിൽ മുന്നിലായിരുന്ന പഞ്ചാബിന് തുടർച്ചയായ 5ാം തോൽവിയാണ് ഇത് പ്ലേ ഓഫ് സാധ്യതയെ ബാധിക്കും. അതായത് സ്കോർ പഞ്ചാബ് 20 ഓവറിൽ 200 റൺസ് 8 വിക്കറ്റ്, മുംബൈ 19.5 ഓവറിൽ 205 റൺസ് 4 വിക്കറ്റ്. അപ്പം പഞ്ചാബ് എന്ന് പറയുന്നത് തുടക്കത്തിൽ തന്നെ നല്ല രീതിയിൽ കളിച്ചുകൊണ്ട്
പൊക്കോണ്ടിരുന്ന ഒരു ടീമായിരുന്നു. അവരൊരു പ്ലേ ഓഫ് കയറുന്ന ഒരു ഉറപ്പായ ഒരു ആദ്യ പകുതിയിൽ വരെ അവർക്ക് ഒരു തോൽവി പോലും ഇല്ലാതെ നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പം അവരുടെ ഈ പ്ലേ ഓഫ് സാധ്യത, അതായത് മുംബൈ ഇന്ത്യൻസ് എന്താണെങ്കിലും പ്ലേ ഓഫിൽ നിന്നും പുറത്തു പോയി, പക്ഷെ അവര് അതിൽ നിന്ന് പോയാൽ പോലും പഞ്ചാബിന്റെ പ്ലേ ഓഫ് സാധ്യത അവര് അങ്ങനെയാണെങ്കിൽ ഏറ്റവും അത് ഗുണകരമാവുന്നത് ചെന്നൈക്ക് തന്നെ ആയിരിക്കും. അപ്പം പഞ്ചാബായിരുന്നു ഒരു വെല്ലുവിളിയായി നിലനിന്നിരുന്ന ഒരു ടീം എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ഒരു പ്ലേ ഓഫ് സാധ്യതയും മുംബൈ വെള്ള കളിയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് മങ്ങിയിരിക്കുകയാണ്. ഇനി മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് പ്രകടനം മോശമാകുമ്പോൾ സമ്മർദ്ദത്തിലാകുമെന്ന് കോഹ്ലി. അതായത് പ്രതീക്ഷിച്ച പോലെ സ്കോർ ചെയ്യാനായില്ലെങ്കിൽ താനും സമ്മർദ്ദത്തിലാകാറുണ്ടെന്നും അതിനെ മറികടക്കാനുള്ള വിദ്യ കയ്യിലില്ലെന്നും വിരാട് കോഹ്ലി പറഞ്ഞു. IPL ബുധനാഴ്ച കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ കോഹ്ലിയുടെ സെഞ്ചുറിയിലൂടെ ബംഗളൂരു 6 വിക്കറ്റിന് ജയിച്ചിരുന്നു. അപ്പം അതിനു മുമ്പ് ഈ മത്സരത്തിന് മുമ്പുള്ള 2 മത്സരങ്ങളിലും ഡെക്കൗട്ടായാണ് കോഹ്ലി പോയിരുന്നത്. അപ്പം അതിനെ തുടർന്നിട്ടാണ് അദ്ദേഹം അതിന്റെ ഒരു പ്രതികാരം എന്ന നിലയിലായിരുന്നു സെഞ്ചുറി അടിച്ചിരുന്നത്. അപ്പം ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയർ തന്നെ പറയുകയാണ്, അതായത് പ്രകടനം മോശമാകുമ്പോൾ താനും സമ്മർദ്ദത്തിലാകാറുണ്ട്. ഇനിയിപ്പോ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്രിക്കറ്റ് മാത്രമല്ല, ഇനിയിപ്പോ ലോകകപ്പ് ആവേശം ഇനി 27 ദിവസം കൂടി മാത്രമേ ലോകകപ്പിനുള്ളൂ. അപ്പം ലോകകപ്പ് വരികയാണ്. അപ്പം ലോകകപ്പ് ഫൈനലിന് അല്ലെങ്കിൽ ലോകകപ്പ് ഫൈനലിലെ പരിപാടികൾക്ക് അല്ലെങ്കിൽ ലോകകപ്പിന്റെ തുടക്കത്തിലെ പരിപാടികൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മഡോണ, ഷക്കീറ അതുപോലെ തുടങ്ങി BTS എന്നിവരുടെയൊക്കെ പരിപാടികൾ ഉണ്ടാകുമെന്നുള്ള ഒരു വാർത്തയാണ് വരുന്നത്. അപ്പോൾ എന്തായാലും വളരെ ആവേശകരമായിട്ടായിരിക്കും ലോകകപ്പിന്റെ റൊണാൾഡോയുടെ അവസാന കളിയായിരിക്കും, അവസാന ലോകകപ്പായിരിക്കും ഇത്. അത് ഇപ്പൊ കേരളത്തില് പറയുകയാണെങ്കിൽ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ക്രിക്കറ്റിനെ എത്രത്തോളമാണോ സ്നേഹിക്കുന്നത് അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെയൊക്കെ നമുക്ക് ഇപ്പൊ നോർത്തേൺ മലബാർ അതുപോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഫുട്ബോളിനെ നെഞ്ചിലേറ്റുന്ന ഒരുപാട് ആരാധകരുണ്ട്. അപ്പൊ ലോകകപ്പ് എന്തായാലും, പക്ഷേ ലോകകപ്പിന്റെ ടെലികാസ്റ്റിംഗ് കാര്യത്തിൽ വളരെ ഒരു പ്രതിസന്ധിയിലാണ്. ദൂരദർശനൊക്കെ ആയിരിക്കും ലോകകപ്പ് ടെലികാസ്റ്റ് ചെയ്യുന്നതിനുള്ള വാർത്തകളാണ് വരുന്നത്. അപ്പോൾ അത് എത്രത്തോളം അല്ലെ പ്രായോഗികമായിരിക്കും, ദൂരദർശന് അവരുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ TRP ലഭിക്കുമോ എന്നൊക്കെ നമുക്ക് നോക്കി അറിയാം. അപ്പൊ എന്തായാലും നമുക്ക് ലോകകപ്പ് എന്തായാലും ഒരു ആവേശമാണ് എല്ലാവർക്കും. അതെ അതെ അതെ. അപ്പം നമ്മൾ ഏകദേശം എല്ലാ വാർത്തകളും കവർ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം. വീണ്ടും കാണാം.